സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ ഒന്നല്ല ഈ അടുത്തടുത്തായി ഇറങ്ങിയ രണ്ട് പടങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഫൈനൽ ഡെസ്റ്റിനേഷൻ പടം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും മിഷൻ ഇമ്പോസിബിൾ കാണാനായിട്ട് കുറച്ച് സമയം എടുത്തു. സോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, രണ്ട് പടങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് സമയം അധികം കളയുന്നില്ല, നേരെ കാര്യത്തിലോട്ട് അങ്ങ് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കണ്ടന്റ്സ് വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ തന്നെ അങ്ങ് തുടങ്ങി കളയാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഒറ്റ വാക്കി പറയാനാണെങ്കിൽ കിടുപടം. പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിന്റെ ആദ്യകാല പടങ്ങളായിട്ടുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 തൊട്ട് 5 വരെയുള്ള പടങ്ങൾ കണ്ടവർക്കും കാണാത്തവർക്കും ഒരുപോലെ ഈ പടം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിനെ പറ്റി വലിയ ധാരണയില്ലാതെയാണ് നിങ്ങൾ ഈ പടത്തിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഈ പടത്തിന്റെ ഒരു പാറ്റേണും ഇതിൽ കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് ഒരു ഒരു പുതിയ എക്സ്പീരിയൻസിനായിരിക്കും ഈ പടം തരുന്നത്. ആക്ച്വലി പടത്തിന്റെ കോൺസെപ്റ്റ് തന്നെ ഹുക്ക് ചെയ്യുന്ന രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സാധാരണ ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ പോലെ അല്ലാതെ ഈ ഒരു പടത്തിൽ ആ ഒരു ഡെത്ത് ഫോളോ ചെയ്യുന്ന രീതിയൊക്കെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്ലഡ് ലൈനിന്റെ പരിധി വരുന്ന ആൾക്കാരെ എല്ലാം കൊല്ലാൻ വേണ്ടി ഡെത്ത് വരുന്ന രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റ് ചുമ്മാ തീയായിട്ടുണ്ട്. ആൻഡ് അതിന് കൃത്യമായിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് തന്നെ തെറിക്ക് രക്തം തെറിപ്പിച്ചുകൊണ്ട് തന്നെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ ഈ പടം ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫീൽ ഗുഡ് പടം കാണാനല്ലല്ലോ, ഓരോരുത്തരും എങ്ങനെയൊക്കെ ചാവുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കയറി കൊടുക്കുന്നത്. സോ ആ ഒരു രീതിക്ക് അടുത്തത് നീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന പേരെയൊക്കെ സ്കെച്ച് ചെയ്ത് വെക്കുമ്പോൾ ആ പടത്തിന്റെ സ്ക്രിപ്റ്റിൽ കുറച്ച് കളികളൊക്കെ കളിച്ചുകൊണ്ട് ഒരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ഫ്രാഞ്ചൈസിലെ പടങ്ങളെല്ലാം കണ്ടു തീർത്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇന്നാൾ ചാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഒരു കണക്കൂട്ടലൊക്കെ വെക്കുമെങ്കിൽ നീ ഇവൻ ചാവെന്ന് വിചാരിച്ചോ, എന്നാൽ ഇവനെ കൊല്ലുന്നില്ല അവനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റിൽ തന്നെ കുറച്ച് പരിപാടികളുണ്ട്. ആൻഡ് പക്ക ഫാസ്റ്റ് പേസിലാണ് പടം പോകുന്നത്. ഓരോ ഇവന്റ് കഴിയും തോറും അടുത്തടുത്ത് ഇവന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. എവിടെയും നമുക്കൊരു റെസ്റ്റ് തരുന്നില്ല. അടുത്ത് ഇനി ആര് എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ ചുരുക്കോടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും പടം. എന്നാൽ ഒരു സ്പീഡിൽ പോകുന്ന സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരു ചെറിയ രീതിക്കുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാനും പടം നൈസായിട്ട് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തർ ചാവുമ്പോൾ നമ്മൾ അലമുറയിട്ട് കരയത്തക്ക രീതിയിലുള്ള വലിയൊരു ഇമോഷണൽ കണക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒരു സ്റ്റെഫനിയുടെ ക്യാരക്ടറും പിന്നെ ഒരു അമ്മൂമ്മ ക്യാരക്ടറായിട്ട് വരുന്ന ഐറിസിന്റെ ക്യാരക്ടറിനുമാണ് കുറച്ചധികം ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ ഇവനിത് സംഭവിച്ചല്ലോടാന്നുള്ള രീതിക്ക് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ വിഷമിച്ച് പോകുന്ന രീതിയിൽ ആ ഒരു സീക്വൻസ് ഒക്കെ പോകുന്നുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നൊരു ടാഗ് ലൈനിൽ ഒരു പടം വരുമ്പോൾ ഞാൻ അത്രയൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് തന്നെ ഡെലിവർ ആയിട്ടുണ്ട്. കൂടുതലും ആ ഒരു മരണങ്ങൾ ക്രിയേറ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പടത്തിൽ നോക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ആ ഒരു ഐറിസിന്റെ ക്യാരക്ടർ ഡെത്തിനെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊക്കെ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ കിഡിലുമായിരുന്നു. ആ ഒരു സീക്വൻസ് ഒക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു സെൻമാർക്ക് ക്ലാസ് പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ, അത് ഉള്ള സമയം കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് തീർക്കാൻ നോക്കുന്നുള്ള രീതിയിലുള്ള കുറച്ച് സെറ്റപ്പും പരിപാടികളൊക്കെ ആ ഒരു മെസ്സേജ് അവിടെ കൺവേ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതും നൈസ് ആയിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡെത്തിനെ ചീറ്റ് ചെയ്ത് നടത്തുന്ന കുറച്ച് ടീമുകളുടെ പരിപാടിയാണല്ലോ. മരണം വരുന്നതിനെ പേടിച്ചു ഒരു കള്ളനും പോലീസും കളി മോഡിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ സ്റ്റോറി ലൈനും പരിപാടിയിലും പോകുന്നത്. നീ ഒന്ന് റിലാക്സ് ആവും, നീ നിന്റെ ജീവിതം എൻജോയ് ചെയ്യാൻ നോക്ക്, മരണം അതിന്റെ സമയം അങ്ങ് വന്നോളും, ചത്തങ്ങ് പൊക്കോളും എന്നുള്ള രീതിക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ള മെസ്സേജ് നൈസായിട്ട് ആ പടത്തിന്റെ കൂടെ തന്നെ അങ്ങ് കൊണ്ടുവന്നതും കിടലുമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ എന്നെ നല്ല രീതിക്ക് ഹുക്ക് ചെയ്തു ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട്. സോ അവിടെ നിന്ന് ഈ പടത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റിനനുസരിച്ച് തന്നെ എല്ലാ ക്രിയേറ്റിവിറ്റിയും എടുത്തുകൊണ്ട് തന്നെ പോകുന്ന രീതിയിൽ പടം പോയതുകൊണ്ട് ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം തന്നത്. നിങ്ങളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ഗോറിയായിട്ടുള്ള പടങ്ങളൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ തോന്നിയത്. എന്ന് കരുതി ഒരു പൂർണ്ണമായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെതായ ഫ്ലോസും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണോ പോകുന്നത് അതൊരു പരിധിക്ക് വരെ സാറ്റിസ്ഫാക്ഷൻ തന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ ഫ്ലോസിനെ പറ്റി അധികം ബോധപ്പെടേണ്ട കാര്യമില്ല. എന്നാലും എടുത്തു പറയാനാണെങ്കിൽ പടത്തിന്റെ തുടക്ക ഭാഗത്ത് എല്ലാ ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങളിലും ആചാരമായിട്ട് വരുന്ന പോലെ ഒരു പ്രിനോമിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സീക്വൻസ് കിഡിലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റേജിങ് തന്നെ കിടുവായിരുന്നു. ലിറ്ററലി സീറ്റ് എഡ്ജിൽ ഇരുന്നുകൊണ്ടാണ് ആ ഒരു സീൻ മൊത്തം അങ്ങ് കണ്ടു തീർത്തത്. എന്നാൽ പോലും ചെറുതായിട്ട് CGയുടെ ഒരു പ്രശ്നം ആ സീനിൽ കൃത്യമായിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീനാണ് ചില സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ CGയുടെ പരിപാടികളൊന്നും അധികം ഉണ്ടാവില്ല. കൂടുതലും നാച്ചുറൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഒതന്റിസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് ഇവിടെ പല സ്ഥലങ്ങളിലും മിസ് ആവുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസ് കാണുമ്പോൾ നമ്മൾ ഒരു ഓളത്തിനങ്ങ് കണ്ടിരുന്ന് പോകും. ആൻഡ് അതിനുശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ അല്ല ഇവിടെ ഇപ്പം ഇങ്ങനെ രക്ഷപ്പെടാമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. സോ ആ ഒരു ക്ലൈമാക്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വയ്ക്കുമായിരുന്നു. എന്നാൽ ക്ലൈമാക്സിന് ശേഷം വേറൊരു ടൈലന്റ് പോലെ വേറൊരു സീക്വൻസ് വെച്ചുകൊണ്ട്
ചെയ്തുകൊണ്ട് ആ ഒരു ക്ഷീണം അങ്ങ് തീർത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പടം കണ്ടിറങ്ങുമ്പോൾ ഈ ഒരു നെഗറ്റീവ് ഒന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പുറത്തോട്ട് വരിക. ഐ മീൻ ഈ ചോര കണ്ട തല ഇറങ്ങുന്ന സെറ്റപ്പിലുള്ള ടീമിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബ്ലഡ് ബാത്ത് നിറഞ്ഞ ഗോറി ആയിട്ടുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ പടങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിയേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്ലഡ് ആയിട്ടുള്ള ഡെത്ത് കാണിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിലൊരു എന്താ പറയുക ഒരു ക്രിയേറ്റീവ് പരിപാടിയുണ്ട്. അതെനിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ആ ഫസ്റ്റത്തെ 5 പടങ്ങൾ കണ്ടപ്പോഴേ ഞാൻ ഈ ഒരു ഫ്രാഞ്ചൈസുമായിട്ട് ഹുക്കാവാൻ കാരണം ആ ഒരു പരിപാടിയാണ്. എന്തിന് ഇപ്പോഴും റോട്ടിൽ കൂടെ പോകുമ്പോൾ തടി കയറ്റിയ വലിയ വലിയ ലോറി എങ്ങനെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അതങ്ങ് സൈഡിൽ കൂടെ പൊക്കോട്ടെ, ഞാൻ അത് കഴിഞ്ഞിട്ട് പൊക്കോളാം എന്നുള്ള രീതിക്ക് മാറിക്കൊടുക്കുന്ന രീതിയിൽ അത്രയും വലിയൊരു ട്രോമ ക്രിയേറ്റ് ചെയ്തൊരു ഫ്രാഞ്ചൈസാണ് ഈ ഒരു ഫ്രാഞ്ചൈസ്. ഇഫ് യു നോ യു നോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷനെ പറ്റി സംസാരിക്കാനുള്ളത്. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. നൈസ് ഒരു പടമാണ്. അവിടെ നിന്ന് നമുക്ക് നേരെ ടോം ക്രൂസിന്റെ തട്ടകത്തിലേക്ക് കയറി കൊടുക്കാം. മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രാഞ്ചൈസിന് ഈതൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് തന്നെ ക്ലോഷർ കൊടുക്കുന്ന രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തൊരു പടം. ആൻഡ് ഈ ഒരു പടത്തെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു മൊത്തം ഫ്രാഞ്ചൈസിനെ പറ്റി ഒരു ചെറിയ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് കുറഞ്ഞു പോകും. വെൽ ഡൺ ടൊമാറ്റ, വെൽ ഡൺ. കാരണം നിസ്സാര കാര്യമല്ല, 8 പടങ്ങളൊക്കെ അടങ്ങുന്ന വലിയൊരു ഫ്രാഞ്ചൈസ്. അതിൽ ഏത് പടങ്ങൾ എടുത്താലും അതിനൊരു മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു മിനിമം നിലവാരം ഉണ്ട് എന്നുള്ള രീതിക്ക് എടുത്തു വെക്കണമെങ്കിൽ ചില്ലറ പരിപാടിയല്ലത്. ആ ഒരു രീതിക്ക് 8 പടങ്ങളിലും ഉടലും ഉയരും കൊടുത്ത് ടോം ക്രൂസ് നിന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ടോം ക്രൂസ് ഇല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസ് ഇത്രയും വലിയൊരു ഹൈപ്പിലോട്ട് ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പുള്ളിയുടെ ഒരു ഡെഡിക്കേഷനും പരിപാടി തന്നെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഇത്രയും ബൂസ്റ്റ് ചെയ്തത്. സോ അത്തരത്തിലുള്ള ഒരു ആക്ടർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ ഒരു ഫ്രാഞ്ചൈസ് അതിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ, ഫൈനൽ റെക്കണിങ്ങിലോട്ട് വരുമ്പോൾ പഞ്ച് ഇത്തിരി പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഇതൊരു മോശം പടമാണെന്നോ മിഷൻ ഇമ്പോസിബിൾ പടങ്ങൾ ഇറങ്ങിയതിൽ വെച്ച് തന്നെ വേഴ്സ്റ്റ് പടമാണെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പടം ഒരു മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഈതൻ ഹണ്ടിന്റെ ആ ഒരു ലാസ്റ്റ് മിഷൻ എന്നുള്ള ഒരു രീതിക്കാണ്. സോ ആ ഒരു രീതിക്ക് നമ്മൾ ഈ പടത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് കുറച്ച് കുറവാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് പടത്തിനെ ആകെ അങ്ങ് ഡൗൺലോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോയത്. മിഷൻ ഇമ്പോസിബിളിന്റെ തീം സോങ്ങും പ്ലേ ചെയ്ത് ടോം ക്രൂസ് എന്ന് എഴുതി കാണിക്കുന്ന മിഷൻ ഇമ്പോസിബിളിന്റെ ഐക്കോണിക് ആ ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടത്തിലോട്ട് അങ്ങ് ഇന്നായി. പിന്നെ നമ്മൾ ഈതൻ ഹണ്ടിന്റെ ഒപ്പമാണ് പടത്തിൽ മൊത്തം ട്രാവൽ ആവുന്നത്. ഇവിടെയും സെയിം പരിപാടി തന്നെയാണ് പിടിച്ചത്. പക്ഷേ ആദ്യത്തെ ഒരു 1 ഹവറിന്റെ അടുത്ത് പടത്തിലോട്ട് ഇന്നാവാനേ പറ്റുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രാമ മോഡിലാണ് ആദ്യത്തെ ഒരുപാട് സീക്വൻസുകൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. അവസാനത്തെ ഒരു പടം എന്ന രീതിക്ക് കുറച്ച് ഇമോഷണൽ ഇമ്പാക്ട് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പടത്തെ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ മാർവലിന്റെ തന്നെ എൻഡ് ഗെയിം എടുത്തു കഴിഞ്ഞാൽ എൻഡ് ഗെയിമിന്റെ തുടക്കത്തിലെ സീക്വൻസ് ഒരുപാട് പേർക്ക് ബോർ അടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസണും അതിലെ ആ ഒരു കോൺവെർസേഷൻ സീക്വൻസുകളും ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളാണ്. ബട്ട് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അത് ഡ്രാമയാണെങ്കിലും ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ആ സീക്വൻസ് പോകുന്നതെങ്കിലും സ്റ്റോറി മുന്നോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് എൻഡ് ഗെയിമിലെ ഓരോ സീക്വൻസുകളായിട്ട് സ്റ്റോറി ഇങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവമാണ് ഇവിടെ മിസ്സാവുന്നത്. ഡെഡ് റെക്കണിങ്ങിൽ എവിടെ വരെ നമ്മൾ കണ്ടു നിർത്തിയോ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സ്റ്റോറി. അതിന്റെ മുമ്പിലോട്ട് ഇനി എന്ത് അടുത്ത് എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അത് തന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് പടമാണേ, അതുകൊണ്ട് കുറച്ച് നൊസ്റ്റാൾജി അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പുട്ടിന് പീര എന്ന് പറയുന്ന കൂട്ട് പഴയ മിഷൻ ഇമ്പോസിബിൾ പടങ്ങളിലെ സീക്വൻസ് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 1-2 സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ ടോം ക്രൂസ് എങ്ങോട്ട് തിരിഞ്ഞാലും പണ്ടത്തെ മിഷൻ ഇമ്പോസിബിളിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ പടത്തിൽ നിന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സീക്വൻസ് ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പുള്ള മിഷൻ ഇമ്പോസിബിൾ പടങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈതൻ കണ്ടെന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ടോം ക്രൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അമ്മാരി ലെവൽ കാര്യങ്ങളാണ്. അതിനുവേണ്ടി പുള്ളി ഇടുന്ന എഫേർട്ടിനെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല. പക്ഷെ പടത്തിന്റെ ഒരു സ്ക്രിപ്റ്റിനോട് ഒട്ടി നിന്നുകൊണ്ടാണ് ആ ഒരു സീക്വൻസും പരിപാടികളൊക്കെ പോകുന്നത്. അതിൽ കവിഞ്ഞ് കുറച്ച് ബീജയും കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസ് പരിപാടി ഗിമ്മിക്സ് ഒന്നും പിടിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും മിഷൻ ഇമ്പോസിബിൾ പടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ പടത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഈതൻ ഹണ്ട് അവിടെ പോയി, ഈതൻ ഹണ്ട് ഇവിടെ പോയി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എലവേഷനാണ്. ഫുൾ എലവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളി ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പടത്തിന് കയറിയേക്കുന്നത്. അങ്ങനെ പടം കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു സീക്വൻസിൽ പ്ലെയിനിൽ നിന്ന് നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന ടോം ക്രൂസിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. ഇതൊക്കെ മേലെ പരിപാടികളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു സീക്വൻസ് വന്നപ്പോഴേക്കും ഫുള്ള് തിയേറ്റർ ഓണായി. കാരണം അവിടെയാണ് പടം കൊണയിടി നിർത്തിയിട്ട് നേരെ ആക്ഷനിലോട്ട് കടക്കുന്നു എന്നൊരു രീതിക്കുള്ള ഒരു പരിപാടി സെറ്റപ്പ് ചെയ്ത് വരുന്നത്. സോ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. സോ ആ ഒരു രീതിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചധികം പടത്തെ അടിയിലോട്ട് വലിച്ചു കളഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പടത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ട്രെയിലറുകളിലും ടീസറുകളിലൊക്കെ കണ്ടിട്ടുള്ള ടോം ക്രൂസിന്റെ കൊച്ചു വികൃതികൾ, അതായത് പറക്കുന്ന പ്ലെയിനിൽ കയറി അടി ഉണ്ടാക്കുക, സബ്മറൈൻ്റെ ഉള്ളിൽ കയറി അടി ഉണ്ടാക്കുക എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു സീക്വൻസുകളിലൂടെയൊക്കെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ ആ ഒരു സബ്മറൈൻ സീക്വൻസ് വർത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ശ്വാസം മുട്ടിപ്പോവും. ആ ഒരു രീതിയിലാണ് ആ ഒരു സീക്വൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഗോസ്റ്റ് പ്രോട്ടോക്കോൾ ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഇത് അതുക്കും മേലെ കുറച്ച് പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടുവായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ പ്രായമാകുമ്പോൾ ആൾക്കാർ ഫൈറ്റ് സീക്വൻസുകളിലെ റിസ്ക് കുറയ്ക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഒരുത്തൻ പ്രായമാകുമ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തതല്ലേ, കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം തരുമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരുത്തൻ വല്ലാത്ത അത് മനുഷ്യൻ തന്നെ കയറി. അവിടെ നിന്ന് അങ്ങനെ ക്ലൈമാക്സിൽ ഒരു ടിപ്പിക്കൽ മിഷൻ ഇമ്പോസിബിൾ ഹൈ ഒക്കെ തന്നിട്ട് പടം എൻ്റെ ചെയ്ത് കളയും. പക്ഷേ ഇതൊരു ഈതൻ ഹണ്ടിന്റെ അവസാനത്തെ പടം എന്നുള്ളൊരു രീതിക്കൊന്നും അല്ല പടം എൻ്റെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇനിയും പുള്ളി തിരിച്ചു വരാന്നുള്ളൊരു രീതിക്ക് ഒരു സെറ്റപ്പ് ക്രിയേറ്റ്
ചെയ്തിട്ടാണ് പടം അവസാനിക്കുന്നത്. അവസാന പടം ആയതുകൊണ്ട് തന്നെ ആദ്യ പടങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡിംഗ് പരിപാടികൾ ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ അത് ഭയങ്കര ഓവർ ഡൂയിങ് ആയിട്ട് വന്നതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിലെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ടായത്. അവിടെ നിന്ന് അങ്ങനെ വില്ലന്റെ സൈഡിലോട്ട് വരുമ്പോഴും വലിയ മെച്ചമൊന്നുമില്ല. ഒരു കോമാളി വില്ലൻ മോഡിലൊരു വില്ലനും പിന്നെ AI-നെയൊക്കെയാണ് വില്ലനായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ അതും വലിയ ഗുമ്മില്ല. ഇതിന് കണ്ടെന്നുകൊണ്ടുള്ളൊരു ക്യാരക്ടർ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അതും അവസാന പടത്തിലോട്ട് വരുമ്പോൾ അതിന് വേണ്ട ഒരു ഗെത്തൊന്നും ആ സൈഡിലും ഇല്ല. സോ ഒരു ഫൈനൽ നോട്ടായിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇതൊരു മോശം പടമാണെന്നൊന്നുമല്ല, ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഈതൻ ഹണ്ടിന്റെ ക്യാരക്ടർ ഇതിനേക്കാളും നല്ലൊരു ഫെയർവെൽ എന്തായാലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു ഫെയർവെൽ എന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിക്കാണ് പടം എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ അനാവശ്യമായ നൊസ്റ്റാൾജിയ കുത്തിത്തിരിയൽ പരിപാടി കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒരു ഫെയർവെൽ കൊടുക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റിൽ കുറച്ച് പരിപാടികളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഈ പടം വന്നേനെന്ന് തോന്നുന്നു. അപ്പോൾ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ 2 പടങ്ങളെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം പരിപാടികളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. സോ നിങ്ങൾ ഇതിൽ ഏത് പടമാണ് കണ്ടത്, ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പടം ഏതൊരു രീതിയിലാണ് വർക്കൗട്ട് ആയതെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു ഞാൻ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.